ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്പെഷ്യൽ മധുരത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മളിത് തീ പോലും നമുക്ക് കത്തിക്കേണ്ട കാര്യമില്ല. തീ കത്തിക്കാതെ നമ്മുടെ വീട്ടിലുള്ള ചേരുവകളൊക്കെ വെച്ചിട്ട് നമ്മുടെ വിരുന്നാരൊക്കെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു സ്പെഷ്യൽ കേക്കാണ് നമ്മളൊന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. മാത്രമല്ല, ഈ കേക്ക് ഇതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ നമ്മൾ സെറ്റ് ചെയ്യുന്നത് നമ്മൾ ചായയൊക്കെ കുടിക്കുന്ന ചില്ല് ഗ്ലാസ്സിലാണ്. അപ്പം നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ 2 കേക്കാണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്കത് കപ്പ് കേക്കായിട്ടോ അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ ബാക്കിയൊക്കെ നമ്മൾ വന്നിട്ടുള്ള കേക്കോ അല്ലെങ്കിൽ അത് പ്ലം കേക്കോ സ്പോഞ്ച് കേക്കോ എന്ത് കേക്കോ ആയിക്കോട്ടെ. ഞാനിന്നിപ്പോൾ ഇവിടെ 2 കപ്പ് കേക്ക് ഇവിടെ ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ടാണ് ഇത് സെറ്റ് ചെയ്യാൻ പോകുന്നത്. ഇനി കേക്ക് ഒന്നും വീട്ടിൽ ഇരിപ്പില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള ബ്രെഡ് വെച്ചിട്ട് നമുക്കിത് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ബ്രെഡ് ഒന്ന് നമുക്ക് ഈ ഒരു ഗ്ലാസ്സിനകത്ത് കേക്കിന് പകരം സെറ്റ് ചെയ്യണം എന്ന് മാത്രം. അപ്പം ഞാനിന്ന് ഇവിടെ ഈ കേക്കാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് കേക്കൊക്കെ ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കണം. അപ്പോൾ കേക്കൊക്കെ ഇതുപോലെ അങ്ങ് പൊടിച്ചെടുത്തിട്ടുണ്ട്. ഒത്തിരി അങ്ങ് പൊടിച്ചെടുക്കേണ്ട കാര്യമില്ല കേട്ടോ. ചെറിയ കട്ടകളൊക്കെ കിടന്നാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു ബൗൾ എടുക്കുക. ഇതിനകത്തോട്ട് ഞാൻ 1/2 കപ്പ് പാല് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഈ പാലിന് ഇതൊരു നമുക്കൊരു നനവ് കിട്ടാനൊക്കെ വേണ്ടിയിട്ട് ഒരു എന്താ പറയുക, ആ കേക്ക് ഒന്ന് കുതിർക്കാൻ വേണ്ടിയിട്ടുള്ള കൊച്ചു സൂത്രമാണ് ഈ കാണിക്കുന്നത്. അപ്പോൾ പാലെടുക്കുക. അതിനകത്തോട്ട് 1.5 ടേബിൾ സ്പൂൺ പഞ്ചസാര, അത് കൂടുതലോ കുറവോ ഒക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിനകത്തൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചേർക്കാം. വെനില എസൻസ് ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഇഷ്ടമുള്ള എസൻസ് ചേർത്ത് കൊടുക്കാം. ഇനി അതൊന്നും അല്ലാന്നുണ്ടെങ്കിൽ കാപ്പിപ്പൊടി ഉണ്ടല്ലോ, ഒരു 1/4 ടീസ്പൂൺ കാപ്പിപ്പൊടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു കോഫി ഫ്ലേവർ നമുക്ക് കിട്ടുന്നു മാത്രം. ഈ കോഫിയുടെ ഒത്തിരി ഇഷ്ടമുള്ള ആൾക്കാർക്ക് പുഡിങ്ങും ഐസ്ക്രീമൊക്കെ ഇഷ്ടമല്ലേ, അപ്പോൾ അങ്ങനെയുള്ളവർക്ക് കാപ്പിപ്പൊടി ചേർത്ത് കൊടുക്കാം. പക്ഷെ ഞാനെന്ന് ഇവിടെ ഈ കാണുന്ന ഹോട്ട് ചോക്ലേറ്റ്, അത് ഈ ഒരു ചോക്ലേറ്റ് പൊടി വേണമെന്നൊന്നുമില്ല. ഈ ചോക്ലേറ്റ് പൊടി ചേർക്കാം, അല്ലെങ്കിൽ ബൂസ്റ്റ് ഉണ്ടെങ്കിൽ ബൂസ്റ്റ്. നമ്മുടെ വീട്ടിലെ കുഞ്ഞുങ്ങൾക്കൊക്കെ എന്തെങ്കിലും ഇതുപോലത്തെ പാലിലൊക്കെ പൊടി കലക്കി കൊടുക്കുന്നുണ്ടെങ്കിൽ അതിലേതെങ്കിലും ഉപയോഗിച്ചാൽ മതി. അപ്പോൾ അതൊരു 1.5 ടേബിൾ സ്പൂൺ തന്നെയാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇത് അലിഞ്ഞു വരാനായിട്ട് ഇച്ചിരി സമയമൊക്കെ എടുക്കും കേട്ടോ. അതുകൊണ്ട് നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് നമ്മൾ ഈ ഒരു പൊടി ഇട്ട് കൊടുക്കുമായിരുന്നെങ്കിൽ ഇച്ചിരി കൂടെ പെട്ടെന്ന് അലിഞ്ഞു വന്നേനെ. ഞാനത് ചൂടാക്കിയിട്ടൊന്നുമില്ല. ഞാൻ അങ്ങനെ തന്നെ ആ ഒരു ഇച്ചിരി തണുപ്പിൽ കൂടെയാണ് ഇത് ഇട്ടിരുന്നത്. അതുകൊണ്ടാണ് ഇത് അലിഞ്ഞ് വരാൻ സമയം എടുക്കുന്നത്. അപ്പോൾ ഇതൊക്കെ അലിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ നല്ലൊരു ചോക്ലേറ്റ് കളറിലുള്ള ഒരു പാലൊക്കെ ആയിട്ട് അവിടെ ഇരിപ്പുണ്ട്. ഇനി നമുക്കിതിന് വേണ്ടുന്ന ഒരു ക്രീം തയ്യാറാക്കണം. അതിനായിട്ട് ഞാനിവിടെ ഫ്രഷ് ക്രീമാണ് എടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ ഡബിൾ ക്രീമൊന്നും അല്ലെങ്കിൽ അമൂലിൻ്റെ ഫ്രഷ് ക്രീമോ നിങ്ങൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കിട്ടുമല്ലോ. അപ്പോൾ അത് ഞാൻ എടുത്തിട്ടുണ്ട്. അത് എടുക്കുന്നത് ഫ്രിഡ്ജിനകത്ത് വെച്ച് അതൊന്ന് ഈ ഒരു രീതിക്ക് ആക്കിയിട്ട് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. കണ്ടോ, ഇതാണ് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ഫ്രിഡ്ജിനകത്ത് വെച്ചാൽ മതി, ഫ്രീസറിനകത്ത് വെക്കേണ്ട. അപ്പോൾ അത് ഞാൻ 1/2 കപ്പാണ് എടുത്തിരിക്കുന്നത്. 1/2 കപ്പ് വരുന്ന ഈ ഒരു ക്രീം ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു ബൗളിനകത്തോട്ട്. ഇനി നമുക്ക് അതൊരു ബീറ്റർ വെച്ചിട്ടോ അല്ലെങ്കിൽ നമുക്ക് മിക്സിയിൽ തന്നെയാണെങ്കിൽ ഇത് അടിച്ചെടുക്കാം. ഞാനിതിൻ്റെ മുൻപ് ഇതുപോലത്തെ വീഡിയോ ഇട്ടിട്ടുണ്ട്, മിക്സിയിൽ എങ്ങനെ നമുക്ക് ഇത് നല്ല ഒരു കേക്കിനൊക്കെ വേണ്ടുന്ന തരത്തിലുള്ള ക്രീമാക്കി എടുക്കാം എന്നുള്ളത്. അപ്പോൾ വിപ്പ് ക്രീം ആക്കി എടുക്കാന്നുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ കാണണമെന്നുണ്ടെങ്കിൽ വീഡിയോസിലൊന്ന് പോയി കണ്ടാൽ മതി. അപ്പോൾ ഞാനിതൊന്ന് ബീറ്റ് ചെയ്ത് നമ്മൾ കേക്കിനൊക്കെ നമ്മൾ ഡെക്കറേറ്റ് ചെയ്യാനൊക്കെ എടുക്കുന്ന ക്രീം ഉണ്ടല്ലോ, ആ ഒരു കൺസിസ്റ്റൻസിയിലോട്ട് ഇത് കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്ന സ്പീഡ് 1 തന്നെയാണ്. 1 നമുക്ക് ഏകദേശം ഒരു 2 മിനിറ്റോളം നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ ഈ ഒരു ചെറുതായിട്ട് ഇങ്ങനെ പതഞ്ഞ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് കൂടുതലും കുറവൊക്കെ ചേർക്കാം. എന്നിട്ട് ഇതൊന്നും കൂടെ നമുക്ക് സ്പീഡ് ഒന്ന് കൂട്ടണം കേട്ടോ. ഞാനിപ്പോൾ ഇത് സ്പീഡ് 3-ലിട്ടിട്ടാണ് ഇതൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നത്. ഇനിയിപ്പോൾ ചിലവർ ചോദിക്കും, ഇത് തരികളോട് കൂടെ പഞ്ചസാരയാണോ പൊടിച്ചിട്ടാണോ? പൊടിച്ചിട്ടും ചേർക്കാം, അല്ലാതെയും ചേർക്കാം. ഞാൻ അല്ലാതെ ഇപ്പോൾ തരികളോട് കൂടെ തന്നെയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പക്ഷേ നമ്മൾ പൊടിച്ചിട്ടുള്ള പഞ്ചസാര ചേർക്കുമ്പോൾ ഇച്ചിരി കൂടെ പെട്ടെന്ന് നമുക്ക് ആയി കിട്ടുന്നു മാത്രം. അപ്പോൾ ഇനി ഇതൊന്ന് ബീറ്റ് ചെയ്ത് ഇതിൻ്റെ ആ ഒരു ക്രീമി കൺസിസ്റ്റൻസിലോട്ട്, അതായത് നമ്മൾ ഈ ഒരു വിപ്പ് ക്രീം കൺസിസ്റ്റൻസിയിലോട്ട് ഞാൻ കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഇതേപോലെ ഒത്തിരി ടൈറ്റ് ആക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ. ഈ ഒരു രീതിക്ക് കൊണ്ടുവന്നാൽ മതി. ഇനി നമുക്കിതൊരു പൈപ്പിംഗ് ബാഗിലൊക്കെ വെച്ചിട്ട് വേണം ഇതൊന്ന് നമുക്ക് ഡെക്കറേറ്റ് ചെയ്തൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതിവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് എങ്ങനെയാണ് ഇത് ഗ്ലാസ്സിൽ സെറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 2 തരത്തിലുള്ള ഗ്ലാസ് എടുത്തിട്ടുണ്ട്. നമ്മുടെ വീട്ടിലെ ഏത് തരത്തിലുള്ള ഗ്ലാസ് ആണ് അവൈലബിൾ അതനുസരിച്ച് എടുക്കുക. ഞാനൊന്ന് ചെറുതും വലുതൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ആദ്യം ഇതിൻ്റെ ഒരു ബേസ് ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് കേക്കാണ് ഞാൻ നിറച്ച്
നിറച്ച് കൊടുക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കേക്കിന് പകരം നിങ്ങൾക്ക് ബ്രെഡ് ആണെങ്കിലും നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ, അതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. അപ്പോൾ ഇനി കേക്ക് നമുക്ക് പിന്നെ എത്രത്തോളം വേണം എന്നൊക്കെ ഉള്ളത് നമ്മുടെ ഇഷ്ടമാണ്. എത്ര ലെയർ വേണം അല്ലെങ്കിൽ എത്ര കട്ടിയിലിടണം എന്നൊക്കെ ഉള്ളത് നമ്മുടെ ഇഷ്ടമാണ്. അപ്പം ഞാനിവിടെ 2 പിടി കേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു സ്പൂൺ വെച്ചിട്ടൊന്ന് ചെറുതായിട്ട് അമർത്തി കൊടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ കലക്കി വെച്ചിട്ടുള്ള ആ ഒരു പാലിൻ്റെ മിക്സ് ഉണ്ടല്ലോ, പാലും ചോക്ലേറ്റ് ക്രീമൊക്കെ ചോക്ലേറ്റ് പൗഡറൊക്കെ ചേർത്തിട്ടുള്ള മിക്സ്, അതിനകത്തുനിന്ന് 1-2 ടേബിൾ സ്പൂൺ ഈ കേക്കിൻ്റെ മേലെ ഒന്ന് ഒഴിച്ചു കൊടുക്കണം. അത് കേക്ക് ഒന്ന് നനഞ്ഞൊന്ന് കുതിർന്നൊക്കെ വരുമ്പം എങ്കിലാണ് ഇത് കഴിക്കാനായിട്ട് രുചി കാണത്തുള്ളൂ. അല്ലെങ്കിൽ ഒരു സാധാരണ കേക്ക് പോലെയല്ലേ തോന്നത്തുള്ളൂ. അപ്പോൾ ഇതാകുമ്പോൾ ഒരു സ്പെഷ്യൽ ഫ്ലേവറാണ് കേക്കിന് കിട്ടുക. അപ്പോൾ ഇതാ ഞാൻ ഈ ക്രീം ഈ ഒരു പൈപ്പിംഗ് ബാഗിനകത്തോട്ടൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ അതിങ്ങനെ ഡെക്കറേറ്റ് ഒക്കെ ചെയ്തെടുക്കാം കേട്ടോ. ഞാനപ്പോൾ ഈ ഒരു നോസിലാണ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ അത് വെച്ചിട്ട് ഒരു എത്ര തിക്നെസ്സിൽ വേണോ അതനുസരിച്ചിട്ട് ഒന്ന് ക്രീം നിറച്ച് കൊടുക്കാം. അപ്പോൾ ഇതാ ഞാൻ ക്രീം ഈ ഒരു രീതിക്ക് നിറച്ച് കൊടുത്തിട്ടുണ്ട്, ലെയറാക്കി ഇട്ടിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മേലെ ബാക്കിയുള്ള നമുക്ക് കേക്കും കൂടെ നമുക്ക് ഇതിൻ്റെ മേലൊന്ന് ഇട്ട് കൊടുത്ത് വീണ്ടും അതേ പ്രോസസ്സ് തന്നെയാണ്. വീണ്ടും ആ ഒരു ചോക്ലേറ്റിൻ്റെ ഒരു മിൽക്ക് ഒഴിച്ചു കൊടുക്കുക, പിന്നെയും ക്രീം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ആ രീതിയിൽ ഞാനൊന്ന് എടുത്തിട്ട് വരാം. അപ്പം അങ്ങനെ നമ്മുടെ ഫസ്റ്റ് ഗ്ലാസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതിപ്പോൾ തന്നെ കഴിക്കാൻ നല്ല രുചിയാണ്, പക്ഷേ ഇത് ഫ്രിഡ്ജിനകത്ത് വെച്ച് തണുപ്പിച്ച് കഴിക്കുന്നതാണ് ഇച്ചിരി കൂടെ ടേസ്റ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് മറ്റേ ഒരു കൊച്ചു ഗ്ലാസ്സും കൂടെ ഞാൻ എടുത്തിട്ടുണ്ടല്ലോ, അപ്പോൾ അതും കൂടെ ഞാൻ ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ ഇതാ നമ്മുടെ 2 ഗ്ലാസ്സിലും സംഭവം റെഡിയാണ്. കാണാനൊക്കെ നല്ല രസമല്ലേ? ഇച്ചിരി കൂടെ വലിപ്പമുള്ള ഗ്ലാസ്സാണ്, നീളമുള്ള ഗ്ലാസ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്ര ലെയർ വേണമെങ്കിലും ഇതുപോലെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നിങ്ങൾക്ക് ഇതിൻ്റെ മേലെ കുറച്ചും കൂടെ ഡെക്കറേഷനൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്, അത് ഞാൻ പിന്നീട് കാണിക്കാം. ഇപ്പം ഞാനിത് ഫ്രിഡ്ജിനകത്ത് അരമണിക്കൂർ, അത്രയും മതിയാവും, അരമണിക്കൂർ ഒന്ന് മാറ്റി വെച്ചിട്ട് വരാം. അപ്പോൾ ഇത് അവിടെ അരമണിക്കൂർ കഴിഞ്ഞു. ഫ്രിഡ്ജിനകത്ത് നിന്ന് ഞാൻ എടുത്ത് വന്നിട്ടുണ്ട്. ഇച്ചിരി കൂടെ ഒന്ന് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ കൂടുതൽ നേരം വെക്കുവാണെങ്കിൽ കൂടുതൽ ടേസ്റ്റിയാണ്. അപ്പോൾ ഇനി ഇതിൻ്റെ മേലെ ഇച്ചിരി ഡെക്കറേഷൻ ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് കുഞ്ഞുങ്ങളൊക്കെ കഴിച്ച് ബാക്കി വെച്ചിട്ടുള്ള ഇച്ചിരി ചോക്ലേറ്റ് ഇരിപ്പുണ്ടായിരുന്നു. അതെന്ന് പറയുന്നത് ഓറിയോ ഡയറി മിൽക്കാണ് ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ അതിൽ നിന്ന് ഞാനൊരു 2-3 കഷ്ണം ചോക്ലേറ്റ് എടുത്തിട്ട് നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. അതിന് ഗ്രേറ്റർ നമ്മൾ കിച്ചണിലൊക്കെ ഉപയോഗിക്കുന്ന ഗ്രേറ്റർ തന്നെയാണ്. അപ്പോൾ അതിൽ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അങ്ങനെ തന്നെ നമ്മുടെ ചോക്ലേറ്റിൻ്റെ ഗ്രേറ്റ് ചെയ്തിട്ടുള്ള സംഭവം റെഡിയാണ്. ഇതിന് ചോക്ലേറ്റ് ഷേവിംഗ് എന്നാണ് പറയുക. അപ്പോൾ ഇത് നമുക്ക് ഈ ഒരു കാര്യത്തിന് മാത്രമല്ല കേട്ടോ, നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു കേക്കൊക്കെ ഉണ്ടാക്കുകയാണെങ്കിലും പെട്ടെന്ന് ഡെക്കറേഷന് വേണ്ടി ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ഒന്ന് ഗ്രേറ്റ് ചെയ്തിട്ട് കൊടുത്തുന്ന കാണാനൊക്കെ ഒരു ഭംഗിയാണ്. കഴിക്കാനും പിന്നെ നമുക്ക് പറയണ്ടല്ലോ, ചോക്ലേറ്റ് അല്ലേ. അപ്പോൾ അതാ ഞാനിങ്ങനെ ഓറിയോ ബിസ്ക്കറ്റിൻ്റെ ഒരു ഫ്ലേവറുള്ള ഡയറി മിൽക്ക് ആയതുകൊണ്ട് തന്നെ കടിക്കാനൊക്കെ ഇച്ചിരി ഒരു ക്രിസ്പിനെസ് ഒക്കെ ഉണ്ട് കേട്ടോ. എന്തൊക്കെ ഉള്ളിലുള്ള ഒരു ബിസ്ക്കറ്റിൻ്റെ ഒരു കടിക്കാനൊക്കെ കിട്ടുന്നത് കൊണ്ട് ഇച്ചിരി കൂടെ ടേസ്റ്റ് കൂടുതലാണ് ഈ ഒരു ചോക്ലേറ്റിന്. അപ്പോൾ അതാ ഞാൻ ഈ ഒരു ചോക്ലേറ്റ് ഗ്രേറ്റ് ചെയ്തത് ഇതിൻ്റെ മേലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്തത് ഒരു ഭംഗിക്കൊക്കെ വേണ്ടിയിട്ട് ചെറി വെച്ച് കൊടുക്കുന്നുണ്ട്. ഈ ചെറിയൊക്കെ വെക്കുമ്പോഴത്തേക്ക് ഇത് എക്സ്ട്രാ ഭംഗിയും എക്സ്ട്രാ ടേസ്റ്റുമാണ്. ഇനി ഞാൻ ഇതിൻ്റെ മേലെ ഇതൊക്കെ ചുമ്മാ ഡെക്കറേഷന് വേണ്ടി ഞാൻ വെച്ചു എന്ന് മാത്രം. ഞാൻ ഇതുപോലെ 2 എന്താ പറയുക, ഇതുപോലെ ചോക്ലേറ്റ് ഒന്ന് കുത്തി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഫ്ലേക്കോ, അതായത് ചോക്ലേറ്റ് ഫ്ലേക്കൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കുത്തി വെച്ച് കഴിഞ്ഞാൽ അത് കാണാനൊക്കെ ഭംഗിയാണ്. അപ്പോൾ ഇതാ നമ്മുടെ തീ പോലും കത്തിക്കാണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നല്ല ജ്യൂസി ആയിട്ടുള്ള കേക്കൊക്കെയാണ് ഇതിനകത്ത്. അപ്പോൾ ആ ഒരു ടേസ്റ്റും ഒക്കെ കൂടെ നല്ലൊരു മധുരമാണ്, നല്ലൊരു ഡെസേർട്ടാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത്. അതുപോലെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.